വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ മാഡം ആ വോട്ട് ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊന്ന് പറയട്ടെ. താങ്കൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. താങ്കൾ തന്നെ പറയുന്നു ആ കുട്ടിക്ക് എല്ലാ വാക്സിനും കൊടുത്തിട്ടുണ്ടെന്ന്, എന്നിട്ടും അതിന് പേവിഷബാധ ഇളകി എന്ന് പറയുന്നു അല്ലേ? പേവിഷബാധയാൽ മരിച്ചു എന്ന്. വളരെ സങ്കടമാണ്. അതായത് പാമ്പ് കടിച്ചാലും പേപ്പട്ടി കടിക്കരുതെന്നാട്ടോ ഞങ്ങളെ പോലെയുള്ളവർ പറയുന്നത്. ഭീകരമാണ്. എനിക്ക് കടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല വേദനയാണ്. പേവിഷബാധ ഉള്ള നായം കടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ ഇങ്ങനെ പ്രീ വാക്സിനേറ്റഡ് ആയതുകൊണ്ട് കളിയാക്കണ്ട അല്ല സാറേ, അത് പ്രീ വാക്സിനേറ്റഡ് ആയതുകൊണ്ട്, അല്ലാതെ പേവിഷബാധയ്ക്കോ പട്ടിക്കോ ഞാനൊരു മൃഗാവകാശ പ്രവർത്തകയാണെന്നോ മറ്റവരല്ലെന്നോ ഒന്നുമില്ല. പട്ടി വന്ന് കടിക്കും. ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പോൾ നിയമം സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. ആ വിധി പറയുന്നത് തെരുവട്ടികളെ എത്രയും പെട്ടെന്ന് ഷെൽട്ടർ ആക്കണം. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരുന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടത് അതിനുവേണ്ടി പരിഹാരം കാണണം. എത്രയും പെട്ടെന്ന് ഡോഗ് പാർക്കുകൾ ഇവിടെ പറ്റില്ലെങ്കിൽ വനം പ്രദേശങ്ങളിൽ വേണ്ട വനം നമുക്കുണ്ട്. വനപ്രദേശങ്ങളിൽ ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കാം. ഈ തെരുവ് പട്ടികളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ താമസിക്കാം. അവർക്ക് ബിരിയാണി കൊടുക്കാം. ഇവരെല്ലാം കൊണ്ടുപോയി ബിരിയാണി കൊണ്ട് കൊടുത്തോ. നിങ്ങൾ ബിരിയാണി കൊണ്ട് കൊടുക്കാം. ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. ബിരിയാണി സ്പോൺസർ ചെയ്യാം. ബിരിയാണി കൊടുത്ത കഥ ഞാൻ പറയാം. സോ ഞങ്ങൾക്ക് ഒരു 200 ഡോഗ്സ് ഉള്ള ഒരു ഡോഗ് ഷെൽട്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് തൃശ്ശൂരായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോ തമിഴ്നാട്ടിലാണ്. ഞാൻ പറയുന്നത് ബിരിയാണിയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ടും കൊടുത്തത് ബിരിയാണി തന്നെയാണ്. ഞാൻ കഥ പറയാം. എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും, മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്നവർക്ക് മൃഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മനുഷ്യരെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മൃഗത്തിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മൃഗങ്ങളെ മാത്രം അങ്ങനെ ഒരു ഇതില്ല. സോ ഞങ്ങളുടെ ഓർഗനൈസേഷൻ ബിരിയാണിയുടെ കഥ ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾക്ക് 200 ഡോഗ്സ് ഉള്ള ഒരു ഷെൽട്ടർ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആദ്യം ഉണ്ടായിരുന്നത് 2022 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഓർഗനൈസേഷന്റെ ബാനറിൽ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു 30ഓളം നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു ചെറിയൊരു വീടും 1 ഏക്കർ സ്ഥലവും കൂടെ ഒരു കമ്പാരിറ്റീവ്ലി ലെസ് പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓരോ ദിവസം റെസ്ക്യൂസും കേസസ് ഒക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ കൂടി ഒരു വർഷത്തിനുള്ളിൽ അവിടെ 90-100 താഴെ നായകൾ വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രശ്നമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് തന്ന ലൈസൻസ് പഞ്ചായത്ത് ഒരു രാത്രി വിഡ്രോ ചെയ്യാണ്. രാത്രിയല്ല, പിറ്റേ ദിവസം ഞാൻ ലൈസൻസ് പുതുക്കാനായിട്ട് പോകുന്ന സമയത്ത് ലൈസൻസ് വിഡ്രോ ചെയ്യാണ്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് 24 മണിക്കൂറിനുള്ളിൽ അവിടെ മാറുന്നതാണ് പറഞ്ഞത്. 90 നായകൾ 24 മണിക്കൂറിനുള്ളിൽ ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ സമയം ചോദിച്ച് ഒരു 4 മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പുതിയൊരു സ്ഥലം കണ്ടെത്തി. ആ ഒരു സ്ഥലം ഇപ്പോൾ ജോസ് മാവേലി പറഞ്ഞതുപോലെ വനപ്രദേശമായിരുന്നു. വനപ്രദേശം എന്ന് പറഞ്ഞൊരു ബഫർ സോൺ. ആ ബഫർ സോൺ കഥ കേൾക്കൂ, കഴിഞ്ഞിട്ടില്ല, പകുതിയായിട്ടുള്ളൂ. ഇനി ഞങ്ങള് ഈ ഒരു സ്ഥലത്ത് നിന്ന് നായകൾ എടുത്ത് 10 കിലോമീറ്റർ ചുറ്റുള്ള ഒരു മനുഷ്യന്റെ കുട്ടി പോലും ഇല്ല. അതിന്റെ അപ്പുറത്ത് റിസർവ് ഫോറസ്റ്റ് ആണ്. ഇതിന്റെ അപ്പുറത്ത് ജനവാസം വരണമെങ്കിൽ ഒരു 1 കിലോമീറ്റർ. പുലിക്ക് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ പുലി വന്നിട്ടില്ല. ആന ഞങ്ങളുടെ ഒരു ഷെൽട്ടർ ഇൻമേറ്റ് ആയിരുന്നു. ഞങ്ങൾ ആനയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെയുള്ള പഞ്ചായത്ത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് ഈ സ്ഥലം, അകമല എന്ന് പറയും. അപ്പൊ അവിടെ ഞങ്ങൾ വെറുതെ പോയതല്ല. MP രാജേഷ് മിനിസ്റ്ററെ കണ്ട് മിനിസ്റ്ററുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ഞാൻ ചെയർമാനെ കാണാൻ പോയത്. അപ്പൊ ആദ്യം ചെയർമാൻ പറഞ്ഞു, വിവേകല്ലേ വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ ആള് പിറ്റേ ദിവസം സ്റ്റോപ്പ് മെമ്മോ തരികയാണ്. ഞങ്ങൾ ഈ നായകളെ ഒരു 2 ആഴ്ച സമയം കൊണ്ട് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് ഷെൽട്ടർ പണിത് NOC വാങ്ങാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്ത് ഇവരെല്ലാവരും എല്ലാ ദിവസം വന്ന് പണിയുടെ ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഫോറസ്റ്റ് വരുന്നു, എല്ലാവരും വരുന്നു. ഇത് വന്ന് പണി കഴിഞ്ഞ് നായകൾ ഇവിടെ എത്തിച്ച് പിറ്റേ ദിവസം രാഷ്ട്രീയക്കാരും മുഴുവൻ വന്ന് ഇത് NOC തരികയാണ്. അതായത് ജനവാസം ഇല്ലാത്ത സ്ഥലത്ത് NOC തരാനിരുന്നത് ക്യാൻസൽ ചെയ്തിട്ട് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്തു. അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്ത് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ റെപ്രസെന്റേറ്റീവ് വന്ന് ഞങ്ങളുടെ ഷെൽട്ടർ കണ്ട് NOC കൊടുക്കാൻ പറ്റുന്ന ഷെൽട്ടറാണ്, എല്ലാം നല്ല രീതിയിലാണ് നടക്കുന്നത്, ജനവാസത്തിനുള്ള പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടും സെക്രട്ടറി അത് വിഡ്രോ ചെയ്തു. അത് ക്യാൻസൽ. എന്നിട്ട് ഞങ്ങൾ ഈ നായകളെ രായ്ക്ക് രാമായണം തമിഴ്നാട്ടിലെ അവിടുത്തെ വാർഡ് കൗൺസിലർ ഞങ്ങൾക്ക് 1 ഏക്കർ സ്ഥലം ലീസിന് തന്ന അവിടെയാണ് ഇപ്പൊ നായകൾ ജീവിക്കുന്നത്. പ്രശ്നമില്ല, അവിടുത്തെ വാർഡ് കൗൺസിലറാണ് ഞങ്ങളുടെ ലാൻഡ് ഓണർ. കൈയടിക്കുന്നില്ല. ഇതാണ് ബിരിയാണി കഥ.
വിശദീകരിച്ച് എന്തിന് നിങ്ങൾ റോഡിൽ ഇറക്കി വിടുന്നു? മരിച്ച് പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് എന്റെ മരിക്കുന്നതിന്റെ തലേന്ന് എന്നെ വിളിച്ചിട്ട് എന്റെ വാർഡിലെ മെമ്പറാണോ ആരോന്നോ പഞ്ചായത്ത് അംഗം വിളിച്ചിട്ട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഞങ്ങൾ ഈ നാട്ടിലെ പട്ടിയെ മൊത്തം നശിപ്പിക്കാനുള്ള തീരുമാനം എടുത്തെന്ന് പറഞ്ഞു. പറഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഞാൻ എന്റെ കുഞ്ഞ് മരിച്ച് എന്റെ കുഞ്ഞ് മരിച്ച് എല്ലാവരും എത്തിപ്പെടും. കഴിഞ്ഞ മാസം ഈ ജനുവരി മാസം സുപ്രീം കോടതി, നമ്മുടെ അത്യുന്നത പീഠം എന്ന് പറയുന്ന സുപ്രീം കോടതി, അതിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഫുൾ ബെഞ്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മൃഗസ്നേഹികൾ നിങ്ങൾ വീട്ടിൽ കൊണ്ട് വളർത്താൻ പറഞ്ഞു. അത് ഇതിന് മറുപടി അതല്ല, സുപ്രീം കോടതി ഇതുപോലെ തെരുവിൽ നിന്നും നായ്ക്കളെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ഒരു പാവം മൃഗ സ്നേഹി, ഒരു പട്ടി സ്നേഹി, അവളുടെ വീട് തല്ലിപ്പൊളിക്കാൻ ചെന്ന ആരാന്നറിയോ? കുന്നത്തുനാട് MLA. അവളുടെ തല തല്ലിപ്പൊളിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.